ആദിത്യ, ഈ വർഷത്തെ ഹോർത്തൂസിൽ നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? ഹോർത്തൂസ് എനിക്ക് വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ആർട്ട് ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരെ കാണാനും സംസാരിക്കാനൊക്കെ എനിക്ക് പറ്റി. അത് ശരിയാ, എനിക്കും കുറേ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിച്ചു. അവിടെ ഏറെ വ്യത്യസ്തമായിട്ട് കുറേ വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു പോട്ടറി വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. നമുക്കതൊന്ന് കണ്ടാലോ? പുസ്തകങ്ങളുടെ ലോകത്തു നിന്നും അവധിയെടുത്ത് ശില്പകലയുടെ ലോകത്തേക്ക് ഒരു കൂട്ടം കുട്ടികൾ. ആദ്യം കുട്ടികളെ പരിചയപ്പെടുന്നതിൽ തുടങ്ങി മൺപാത്രങ്ങളുടെ ലഘുചരിത്രം, കളിമണ്ണിൻ്റെ തിരഞ്ഞെടുപ്പ്, പാകപ്പെടുത്തൽ എന്നിവയെക്കുറിച്ചുള്ള മനുസാറിൻ്റെ ചെറു വിശദീകരണം. 5 മുതൽ 12 വരെ പ്രായമുള്ളവർക്കായി സംഘടിപ്പിച്ച വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും മൺപാത്ര നിർമ്മാണ കലയുടെ അടിസ്ഥാന പാഠങ്ങൾ നേരിട്ട് പഠിക്കാൻ അവസരം ലഭിക്കുന്നു. കാലഘട്ടത്തിലെ ജീവിതത്തിൽ പ്രകൃതിയുമായി മാറി ജീവിക്കുന്ന കുട്ടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നേച്ചറിനെ അവരിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളൊരു കളിമൺ ശില്പശാല എന്ന പേരിൽ നമ്മളിവിടെ ഒരു വർക്ക്ഷോപ്പ് ഇവിടെ സംഘടിപ്പിച്ചത്. കളിച്ചും ചിരിച്ചും അവർ മണ്ണിനോട് ചേർന്ന് രൂപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. തുടക്കക്കാർക്ക് ചെറിയ വിളക്കുണ്ടാക്കുന്ന രീതി വിത്ത് ആർട്ട് റൂമിൻ്റെ പരിശീലകർ കാണിച്ചു കൊടുക്കുന്നു. കുട്ടികൾക്ക് ഓരോരുത്തർക്കും 10 മിനിറ്റ് വീതം ഇലക്ട്രോണിക് പോട്ടറി വീലിൽ അവർക്കിഷ്ടമുള്ള രൂപങ്ങൾ നിർമ്മിക്കുവാനുള്ള അവസരം നൽകുന്നു. മൊബൈൽ ഫോണുകളിൽ നിന്നും മാറി മണ്ണിലേക്കിറങ്ങിയപ്പോൾ അവരുടെ മുഖത്ത് നിറയുന്നത് അത്ഭുതമാണ്. കൈകൾ വിറച്ച് രൂപം മാറിപ്പോയിട്ടുണ്ടെങ്കിലും തൻ്റെ കുഞ്ഞു വിരലുകൾ കൊണ്ട് മണ്ണിലവർ കോറിയിടുന്നത് സ്വപ്നങ്ങളാണ്. ടെറാക്കോട്ടയിൽ നിന്നും ഇഷ്ടവും ആകർഷണവും കോർത്തിണക്കി ചിപ്പികളും ഡ്രാഗണും കൂണും കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപമുണ്ടാക്കുന്ന കാഴ്ച സ്പർശനത്തിലൂടെയുള്ള ഒരു കലാവിനിമയം കൂടിയാണ്. കളിമണ്ണിൽ വിസ്മയം തീർത്ത ശേഷം കുട്ടികളുടെ അനുഭവങ്ങളും പങ്കുവച്ചു. കഴിവും ക്ഷമയും ചേർന്നാൽ മണ്ണും കലയായി മാറും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മലയാള മനോരമ ഹോർത്തൂസ് സംഘടിപ്പിക്കുന്ന കളിമൺ ശില്പശാല. മാസ്കോം ന്യൂസിന് വേണ്ടി അഞ്ജു, കാർത്തിക, വിമൽ. അത് കൊള്ളാലോ, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് മിസ്സായി. ആ സമയത്ത് മറ്റൊരു കാര്യം രസകരമായി തോന്നിയത് ഹോർത്തൂസ് വേദിയിലെ നാടൻ പാട്ടിനെ പറ്റി ചർച്ചയായിരുന്നു. ഹോർത്തൂസ് വേദിയിൽ 3 ഗായകർ പാട്ടും ചർച്ചയൊക്കെ ആയിട്ട് വേദിയിൽ ഒത്തുചേർന്നു. മലയാള മനോരമ ഹോർത്തൂസ് വേദിയിൽ നാടൻ പാട്ടുകളിലൂടെ പ്രശസ്തി നേടിയവരാണ് പ്രസീത ചാലക്കുടി, ജെയിംസ് തകര, മാർട്ടിൻ ഒരാളി തുടങ്ങിയവർ. സാധാരണക്കാരുമായി ബന്ധപ്പെട്ട പാട്ടുകൾ നിർമ്മിക്കാൻ എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യത്തിന് അത് തീരുമാനിച്ചൊന്നും എഴുതുന്നതല്ല, മറിച്ച് അങ്ങനെ മാറുന്നു എന്നതായിരുന്നു ജെയിംസ് തകര നൽകിയ മറുപടി. പണവും പ്രതാപവും നമുക്കെന്തിനാ, പുട്ടുണ്ടല്ലോ പുട്ടിൻ പൊടിയുണ്ടല്ലോ. നാടൻപാട്ട് മേഖലയിൽ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രസീത ചാലക്കുടിയോട് ചോദിച്ചപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഇപ്പോഴും പരിഹാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന മറുപടിയാണ് ലഭിച്ചത്. നാടൻപാട്ടുകളെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സിനിമയിൽ മുഖം കാണിച്ചു എന്ന നിലയിലാണ് ജനങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്ന് മാർട്ടിൻ ഒരാളി. വിമർശനങ്ങൾ നേരിടുമ്പോഴും മലയാളികൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ സമ്മാനിക്കാൻ ഈ 3 കലാകാരന്മാരും അവരുടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ രാഷ്ട്രീയം സംസാരിക്കാനും സമൂഹത്തെ വിമർശിക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും പറ്റിയ ഒരു ഉപകരണമാണ് സംഗീതമെന്ന് മലയാളി പാട്ടുകൂട്ടം നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. മാസ്കോം ന്യൂസിനായി അലക്സ്, പാർവതി. ഈ റാപ്പർ യുഗത്തിലും നാടൻപാട്ടുകൾക്ക് പ്രസക്തിയുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ ചർച്ച. ഹോർത്തൂസ് വേദിയിലെ ചൂടുപിടിച്ച ചർച്ചകൾ മാത്രമായിരുന്നില്ല, ഒരുപാട് സ്റ്റാളുകളും ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു ആതിരയുടെ സ്റ്റാൾ. നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോയാലോ? മനോഹരമായ ബുക്ക് മാർക്കുകളും ഡയറികളും ജെൻസികൾ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുകയാണ്. അതിന് കാരണം ഹോർത്തൂസ് വേദിയിലെ ആതിര എന്ന സംരംഭകയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ഈ സംരംഭം ആദ്യമായാണ് ഒരു സ്റ്റോളായി ഹോർത്തൂസിൽ എത്തുന്നത്. അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവൻറ്റിൽ സ്റ്റാൾ ഇടുന്നത്. ലൈക്ക് നമുക്ക് മെയിനായിട്ട് ഓൺലൈൻ സ്റ്റോറാണ് ഉള്ളത്. എൻ്റെ മെയിൻ മീഡിയം വാട്ടർ കളറാണ്. വാട്ടർ കളർ ചെയ്ത് വരച്ചിട്ട് പിന്നെ നമ്മൾ ഡിജിറ്റലൈസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓരോ പ്രൊഡക്ട്സ് ഇറക്കുന്നത്. അപ്പം ഇവൻറ്റിൽ ഇപ്പോൾ മെയിനായി പോകുന്നത് ഗ്രീറ്റിംഗ് കാർഡ്സ്, പോസ്റ്റ് കാർഡ്സ്, ബുക്ക് മാർക്സ് മെയിൻലി. അതിനുശേഷം നമ്മുടെ മൾട്ടിപർപ്പസ് ജേർണൽസ്, ചെറിയ ചെറിയ ബുക്സ് ഒക്കെ പോകുന്നുണ്ട്, ഡയറീസ് ഒക്കെ പോകുന്നുണ്ട്. ഒരു സംരംഭകയാവുകയാണ് തന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞ ആതിര ചെയ്തുകൊണ്ടിരുന്ന അധ്യാപന ജോലി രാജിവെച്ച് ഈ പാതയിലേക്ക് എത്തുന്നത്.
B.Ed പഠനകാലത്ത് ഒഴിവു സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ക്രാഫ്റ്റ് വർക്കുകളാണ് ഈ മേഖലയിലേക്ക് തിരിയാൻ ആതിരയ്ക്ക് പ്രചോദനമായത്. ഡിജിറ്റൽ പെയിൻറ്റിങ്ങുകളും വാട്ടർ കളറിലും പേപ്പറിലുമുള്ള വരകളാണ് സ്റ്റാളിനെ വ്യത്യസ്തമാക്കുന്നത്. എഴുതാനും സമ്മാനം നൽകാനും പറ്റിയ മനോഹരമായ കലാസൃഷ്ടികൾ സ്റ്റാളിൻ്റെ ആകർഷണമായിരുന്നു. കേവലം ഒരു ബുക്ക് മാർക്കോ വരകളോ ആളുകളിലേക്ക് എത്തിക്കുകയല്ല, അതിനു പുറകിൽ ഒരു സന്ദേശമോ ആശയമോ എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഈ വനിതാ സംരംഭക. വെറും ബുക്കുകളും ബുക്ക് മാർക്കുകളുമല്ല ഞങ്ങൾക്ക് ആവശ്യം, അതിൽ കുറച്ച് എസ്തെറ്റിക് ടച്ച് കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ജെൻസികൾ ഹാപ്പിയാണ്. മാസ്കോം ന്യൂസിനു വേണ്ടി ആദിത്യ, വിഷ്ണു. ഇത് കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നേ. അവിടെ ഇതല്ലാതെ മറ്റൊരു സ്റ്റാൾ കൂടി ഉണ്ടായിരുന്നു, ഗ്രീൻ ക്രാഫ്റ്റ്. ഈ ഉപയോഗശൂന്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് അവർ കുറച്ച് ക്രാഫ്റ്റ് ചെയ്തിരുന്നു. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വന്നാലോ. വാഴനാരുകളാണ് ഇവിടുത്തെ താരം. വാഴനാരുകളിലൂടെ വിസ്മയം തീർക്കുകയാണ് ഹോർത്തോസ് വേദിയിലെ ഗ്രീൻ ക്രാഫ്റ്റ് എന്ന സ്റ്റാൾ. ആദിവാസി കൂട്ടായ്മയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് ഗ്രീൻ ക്രാഫ്റ്റ് എന്ന പ്രൊഡ്യൂസേഴ്സ് കമ്പനി വഴിയാണ് അലങ്കാര വസ്തുക്കൾ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. ആക്ച്വലി ഇതൊരു ട്രൈബൽ വിമണിൻ്റെ കൂട്ടായ്മയാണ്, സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ്. അവരുടെ ഇതാണ് ഗ്രീൻ ക്രാഫ്റ്റ് എന്ന് പറയും. ഇത് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്നാണ് അറിയപ്പെടുന്നത്. സോ അവർ ഒരു ഒറീസ, തമിഴ്നാടു ആൻഡ് കർണാടക ഈ 3 സംസ്ഥാനങ്ങളിലായിട്ട് പല യൂണിറ്റ്സുകൾ അവർക്ക് വയബിളായിട്ടുള്ള രീതിയിൽ ഇട്ടുകൊടുത്ത് ഈ ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് വിൽപ്പന നടത്തിയിരുന്നതെങ്കിലും ആവശ്യക്കാർ വർദ്ധിച്ചപ്പോൾ വിദേശത്തും സ്റ്റോറുകൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. വരാനിരിക്കുന്ന ക്രിസ്മസ് കാലത്തെ വരവേൽക്കുന്ന തരത്തിലുള്ള അലങ്കാര വസ്തുക്കളായിരുന്നു ഹോർത്തോസ് വേദിയിൽ അവതരിപ്പിച്ചത്. ചെറിയ സാധ്യതകളെ പോലും ഉപയോഗിച്ച് സംരംഭക രംഗത്ത് കടന്നുവരുന്നവർക്ക് പ്രചോദനമാണ് ഗ്രീൻ ക്രാഫ്റ്റ് എന്ന പ്രൊഡ്യൂസേഴ്സ് കമ്പനി. മാസ്കോം ന്യൂസിനു വേണ്ടി വിമൽ, അഞ്ജു, കാർത്തിക. ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകൾ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അത് ശരിയാണ്. സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വരേണ്ടത് തന്നെയുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഫേസ് പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോർത്തോസിൽ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്നിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. നമുക്ക് അതിൻ്റെ വീഡിയോ കൂടി കണ്ടാലോ. നിറങ്ങളും വരകളും കൊണ്ട് ഒരു ലോകം തന്നെ ക്യാൻവാസിൽ ഒപ്പിയെടുക്കുന്ന മാന്ത്രിക വിദ്യയാണ് ചിത്രകല. ബ്രഷുകളും ചായങ്ങളും കൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് പ്ലാസ്റ്റിക് പ്ലേറ്റുകളിൽ തീർത്ത ഇൻസ്റ്റലേഷനായിരുന്നു ഈ പരിപാടിയുടെ പ്രത്യേക ആകർഷണം. പലസ്തീൻ ഉൾപ്പെടെയുള്ള ആഗോള വിഷയങ്ങൾ പോലും ഇവിടെ കലാരൂപങ്ങളായി മാറി. കല പ്രതിഷേധത്തിൻ്റെയും ചിന്തയുടെയും ആയുധമാകുന്നു എന്നതിൻ്റെ ഉദാഹരണമാണിത്. കുട്ടികളുടെ പോലും ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലായിരുന്നു ഇവ. പ്ലേറ്റ് പെയിൻറ്റിംഗ് ഉണ്ട്, ഫേസ് പെയിൻറ്റിംഗ്, ടാറ്റു ഡിസൈൻ, പിന്നെ കാലിഗ്രഫി, ലെറ്റർ റൈറ്റിംഗ്. സോ ഇത് പബ്ലിക് ഇൻട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടക്ട് ചെയ്യണത്. ആർട്ടിസ്റ്റുകൾ ഓരോ കുട്ടിയുടെയും മുഖങ്ങളെ ക്യാൻവാസ് ആക്കി മാറ്റുന്നു. പൂമ്പാറ്റകൾ, യൂണിക്കോൺ, പൂക്കൾ, മറ്റു സൂപ്പർ ഹീറോകൾ, അങ്ങനെ നീണ്ട നിരയാണ് കുട്ടിക്കുറുമ്പികളുടെ മനസ്സിലുള്ളത്. അതിലേത് വേണമെന്ന് വ്യക്തമാക്കി മുഖത്ത് വരച്ചു കൊടുക്കുകയാണവർ. തൊട്ടാൽ മാഞ്ഞു പോകുന്ന വരകളാണ് മുഖത്തെങ്കിലും മായാത്ത ഓർമ്മകളാണ് ഇവ സമ്മാനിക്കുന്നത്. ക്യാൻവാസിലുപരി കയ്യിലേക്ക് ചിത്രം വരച്ചുകൊണ്ട് കാണികളുടെ ശ്രദ്ധയാകർഷിക്കുകയാണ് ടാറ്റു ആർട്ടിസ്റ്റുകൾ. നെയിൽ ആർട്ട് പോലെയുള്ള ആധുനിക കലാവിനിമയങ്ങളും ഇവിടെ സജീവമായിരുന്നു. മനോഹരമായ മലയാളം കാലിഗ്രാഫിയിലൂടെ ഭാഷാ സൗന്ദര്യം വിളിച്ചോതിയതും ഈ ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകതയായി. വർണ്ണങ്ങൾ കൊണ്ടും ബ്രഷുകൾ കൊണ്ടും മായാജാലം തീർക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഇവിടെ. വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും ഒരു ലോകത്തെ തന്നെ സൃഷ്ടിക്കുകയാണ് ഇവരിതിലൂടെ. മാസ്കോം ന്യൂസിനു വേണ്ടി കാർത്തിക, അഞ്ജു, വിമൽ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ മെസ്സി വരുമോ? ഡൽഹിയിലും മുംബൈയിലും മെസ്സി വന്നല്ലോ, പക്ഷെ കേരളത്തിൽ വന്നില്ല. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട IM വിജയൻ പറഞ്ഞത് അങ്ങനെയല്ല. കേരളത്തിൽ മെസ്സി വരുന്നതിലല്ല കാര്യം, മെസ്സി പോലുള്ള താരങ്ങളെ വാർത്തെടുക്കുന്നതിലാണ്. IM വിജയൻ മാത്രമല്ല, ജോപോൾ അഞ്ചേരിയും കൂടെ ചേർന്നാണ് ആ ചർച്ച നടത്തിയത്. നമുക്ക് ആ ചർച്ച കൂടി ഒന്ന് കേൾക്കാം. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക ചർച്ചകളുടെ വേദിയായിരുന്നു മനോരമ ഹോർത്തോസിന്റെ നിലപാട് തറ. മഹാകവികളാണ് നമുക്കൊപ്പമുള്ള IM വിജയനും ജോപോളും. ഫുട്ബോളിൽ മെസ്സിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് IM വിജയന്റെ മറുപടി ഇതായിരുന്നു. നമ്മളിപ്പോൾ പറയുമ്പോൾ മറഡോണ കഴിഞ്ഞപ്പോൾ ഞാൻ വരും എന്ന് ആലോചിക്കാറുണ്ടോ? സൂപ്പർ ലീഗ് എങ്ങനെയാണ് കേരളത്തിലെ കളിക്കാർക്ക് ഗുണകരമാകുന്നതെന്ന അവതാരകന്റെ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം ഇങ്ങനെയാണ്. ലീഗ് ഇപ്പോൾ നടക്കുന്ന ലീഗ് നമ്മുടെ അവിടെ വന്നത് വലിയൊരു ഗുണമാണ്. കാരണം എല്ലാവർക്കും ISL കളിക്കാൻ പറ്റില്ല മലയാളികൾക്ക്.
ഇവിടെ ഐ ലീഗ് കളിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു സൂപ്പർ ലീഗ് വന്ന കാരണം എല്ലാ മലയാളി പ്ലേയേഴ്സിനും കുറേ പേര് ചാൻസ് കിട്ടി. തൃശൂർ മാജിക് FC പരിശീലകനായ ജോപോൾ അഞ്ചേരിയും സൂപ്പർ ലീഗിന്റെ വളർച്ചയെപ്പറ്റിയും കേരള ഫുട്ബോളിലുണ്ടായ മാറ്റത്തെപ്പറ്റിയും സംസാരിച്ചു. കേരളത്തിൽ മെസ്സിയേക്കാളും അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന IM വിജയന്റെ വാക്കുകൾ ഭാവി കേരള ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് സഹായകമാകുന്നു. ജനസംഖ്യയിൽ ആദ്യ സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യത്തിന് ഇതുവരെ ഒരു ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടാൻ സാധിക്കാത്തത് ആ രാജ്യത്ത് നിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയുടെ പ്രതിഫലനം കൂടിയാണ്. ഫുട്ബോളിനോട് കാണിക്കുന്ന അവഗണനയും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ഇതിന് മറ്റൊരു കാരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇടയിൽ നിന്ന് ഒരു റൊണാൾഡോയോ മെസ്സിയോ ഉത്ഭവിക്കാത്തത്. മാസ്കോ ന്യൂസിനായി അലക്സ്, പാർവതി. ഈ വർഷത്തെ ഹോർത്തൂസ് നമ്മൾ എല്ലാവരും ആഘോഷിച്ചു. ഇനി അടുത്ത ഹോർത്തൂസിനായി കാത്തിരിക്കണം. അതെന്നായിരിക്കും? 2026 ഡിസംബർ 3 മുതൽ 6 വരെ. പക്ഷെ എവിടെയാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. കേരളത്തിലെ ഏത് ജില്ലയിലുമാകാം. നമുക്ക് അടുത്ത ഹോർത്തൂസിൽ കാണാം.